ഫ്യൂഡൽ മൂല്യബോധത്തിൻ്റെ അവശിഷ്ടങ്ങളെ സമ്പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അതിന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കേട്ട പരാമർശം. അതായത് കറുപ്പ് നിറത്തിൻ്റെ പേരിൽ, അതുപോലെ സ്ത്രീ എന്ന പേരിൽ ഒക്കെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ ശ്രേണിയിലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ പോലും ആളുകൾ മുതിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ദൃഷ്ടാന്തമാണ്. അതായത് ഇനിയും ഒരുപാട് കാലഹരണപ്പെട്ട മൂല്യസഞ്ചയങ്ങളുടെ കാണാച്ചങ്ങലകൾക്കകത്ത് തന്നെയാണ് സ്ത്രീയുടെ നില എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ട് ഞാനിതിനെ കാണുകയാണ്. അതുപോലെ തന്നെ അധ്വാനിക്കുന്ന മനുഷ്യർ കൂടുതൽ നേരം സൂര്യൻ്റെ ചൂട് ഏറ്റുവാങ്ങിക്കൊണ്ട് അധ്വാനിക്കുന്നവരാണല്ലോ കറുപ്പ് നിറം തലമുറകളായിട്ട് ഏറ്റുവാങ്ങേണ്ടതായി വന്നത്. ആ അധ്വാനിക്കുന്ന വിഭാഗത്തിൻ്റെ കരുത്തിൻ്റെ പ്രതീകം കൂടിയാണ് കറുപ്പ്. അപ്പോൾ കറുപ്പിൻ്റെ പേരിൽ ഇകഴ്ത്തുക, സ്ത്രീ ആയതിൻ്റെ പേരിൽ ഇകഴ്ത്തുക, സ്ത്രീ എന്ന നിലയിൽ ഈ വ്യക്തി പരാമർശിച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ പിന്നിൽ നമുക്ക് അതിൻ്റെ എക്കോ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്.